അതിൽ ഒരു പ്രതിരോധവും നടക്കില്ല. അതിൻ്റെ എല്ലാ തെളിവും എൻ്റെ കയ്യിലുമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രി 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ വസതിയിൽ വെച്ച് കണ്ടപ്പോൾ പ്ലേ ചെയ്ത ആ ഓഡിയോയ്ക്ക് കാരണമായ കോൺഫറൻസ് കോള് നടക്കുന്നത്. ആ കോൺഫറൻസ് കോളിൽ കോൺഗ്രസിൻ്റെ ഒരു ട്രാൻസ് നേതാവും അതോടൊപ്പം അവന്തികയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുമാണ് സംസാരിച്ചത്. അതിട്ട് ആ കോൺഗ്രസ് നേതാവ് തന്നെയാണ് അവന്തികയെ ഫോണിൽ കണക്ട് ചെയ്തത്. ഫോണിൽ കണക്ട് ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്ലേ ചെയ്ത് കേൾപ്പിച്ച അതേ ചോദ്യങ്ങൾ ഞാൻ തന്നെയാണ് അവന്തികയോട് ചോദിക്കുന്നത്. അവന്തിക ആ കാര്യങ്ങൾ നിഷേധിച്ചു, പൂർണ്ണമായി തന്നെ നിഷേധിച്ചു. പക്ഷേ അവന്തിക എന്നോട് ആവർത്തിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞത് എന്ന് ചോദിക്കാൻ വളരെ ക്യൂരിയസ് ആയി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ പേര് വെളിപ്പെടുത്തില്ല എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ഈ ഫോൺ കോൾ വെച്ച് 10 മിനിറ്റിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തൻ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. അതിൻ്റെ കൃത്യമായ തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. അത് അല്പസമയത്തിനകം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. 8-1 ഓഗസ്റ്റ് 1-ാം തീയതി വൈകിട്ട് 8-1 8-2 എന്നെ അടുപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തൻ ഫോണിൽ വിളിച്ച് നിങ്ങളിപ്പോൾ ആരെയെങ്കിലും വിളിച്ചിരുന്നോ, രാഹുലിൻ്റെ കാര്യം അന്വേഷിച്ചിരുന്നു എന്ന് ചോദിച്ചാണ് എന്നെ വിളിക്കുന്നത്. ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല, അയാളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട്. പിറ്റേ ദിവസവും ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വീണ്ടും വിളിച്ചു. എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. നിഷേധിക്കുകയാണല്ലോ, പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഈ വിവാദങ്ങൾ ഉണ്ടായി. റിനി എന്ന മാധ്യമങ്ങളെ കണ്ടതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ അതേ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചിട്ടാണ് അവന്തികയ്ക്ക് പ്രതികരിക്കണമെന്നുണ്ട്, പേടി കൊണ്ടാണ് ഒന്നും പറയാതിരുന്നത്. അന്ന് നിങ്ങൾ വിളിച്ചപ്പോൾ സംസാരിക്കാതിരുന്നതും ഭയം കൊണ്ടാണ്. അവളെ ആരെങ്കിലും കൊല്ലുമോ എന്നുള്ള പേടിയാണ് അവൾക്ക്. പക്ഷേ ഇനി നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. എനിക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് എല്ലാം ഡിഫെൻഡ് ചെയ്ത അവന്തിക എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു, എന്തോ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന ആ കൃത്യമായൊരു സന്ദേശം മറ്റൊരാൾ മുഖേന കൈമാറി. അന്ന് വൈകുന്നേരം ഞാൻ അവന്തികയുമായി സംസാരിച്ചതിന് ശേഷമാണ് അന്ന് വൈകുന്നേരം 5 മണിക്ക് അവന്തികയുടെ ഈ വെളിപ്പെടുത്തൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. അത് വെളിപ്പെടുത്തൽ നടത്തുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തികയെ ഫോണിൽ വിളിച്ചത് തത്സമയം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം അവന്തിക തന്നെ ആ കാര്യങ്ങൾ മറ്റ് മാധ്യമങ്ങളിലൂടെ ആവർത്തിക്കുകയും ചെയ്തു. അതായത് അന്ന് ഭയം കൊണ്ടാണ് ഒന്നും താൻ പറയാതിരുന്നത് എന്ന ഈ ഫോൺ സംഭാഷണത്തിനിടയിൽ തന്നെ അവന്തിക ആവർത്തിച്ചതാണ്. അതടക്കം നമ്മൾ അല്പസമയത്തിനകം മാധ്യമങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കുകയും ചെയ്യും.